നമസ്കാരം. ഇന്നലെ കൊച്ചിയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് 2 ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ഒരു വീട്ടമ്മയുടെ ജീവൻ പൊലിഞ്ഞു. ഇതിപ്പോൾ ഒരു വീട്ടമ്മ എന്നുള്ളത് മാറ്റി നിർത്തി അങ്ങോട്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിരന്തരമായിട്ട് കൊച്ചിയിൽ മത്സരയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സംഭവിച്ചത് ഒരേ ഉടമയുടെ 2 ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടമാണ് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇന്ന് സംസാരിക്കാനുള്ളത് പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ ടി ബാലചന്ദ്രനാണ്. അദ്ദേഹത്തെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ബാലചേട്ടാ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മത്സരയോട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മളൊരു വിഷയം വരുമ്പോൾ അപ്പോൾ മാത്രം ചില കാര്യങ്ങളെ പറ്റി ചിന്തിക്കും, സംസാരിക്കും. 1-2 ദിവസം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് ഇടപെടും, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഗതാഗത നിയന്ത്രണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തും. പക്ഷേ വീണ്ടും പഴയതുപോലെയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിയാകും? പ്രധാനമായിട്ടും നമ്മളുടെ കൊച്ചി നഗരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗതാഗതക്കുരുക്ക്, ഈ ഗതാഗതക്കുരുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു നല്ല രീതിയിലുള്ള പഠനം നടത്താൻ നമ്മളുടെ ഉദ്യോഗസ്ഥ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമതായിട്ട് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ നമ്മളുടെ പാലാരിവട്ടം മുതൽ കാക്കനാട് വരെ നടക്കുന്ന മെട്രോ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഗതാഗതക്കുരുക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇതിനകത്തൊരു പഠനത്തിന് വിധേയമാക്കാതെ കണ്ടുള്ള സംവിധാനത്തിലേക്ക് പോയത് ആണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നലത്തെ ഒരു വീട്ടമ്മ 2 ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മരിക്കാനിടയായിട്ടുള്ള സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മുളവുകാടുള്ള ഒരു സഹോദരൻ നമ്മുടെ PNVM ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ചക്രത്തിനടിയിൽപ്പെട്ട് മരിക്കാനിടയായ സംഭവം. അതായത് മാതാ ഫാർമസി ജംഗ്ഷൻ. ഇതൊക്കെ കഴിയുന്ന കുറച്ച് ദിവസത്തേക്ക് ഗൗരവമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തും. ആൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കും, ലൈസൻസ് കുറച്ച് നാളത്തെ. പക്ഷേ ഇതല്ല നമ്മുടെ ഈ സിറ്റിയുടെ അകത്ത് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒട്ടനവധി നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്, കണ്ടെത്തലുകൾ. ഇതൊന്നും പാലിക്കപ്പെടുന്നില്ല. ആ പാലിക്കപ്പെടാത്തതിൻ്റെ ദോഷവശം ഇവിടെ പൊതുജനങ്ങൾ നിരത്തുകളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, നമ്മൾ ബസ്സിൻ്റെ പുറകിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ കഴിയും, സ്പീഡ് ഇൻ സിറ്റി 35 കിലോമീറ്റേഴ്സ്. എല്ലാ ബസ്സിൻ്റെയും പുറകിലുണ്ട്. ഏതെങ്കിലും ഒരു ബസ് 35 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. രണ്ടാമത്തത്, ഹൈക്കോടതി ഇതുപോലെ തന്നെ ഒരു അപകടമുണ്ടായ സമയത്ത് കണ്ടെത്തിയ ഒരു നിരീക്ഷണമായിരുന്നു, സിറ്റി പെർമിസിനകത്ത് ഓവർടേക്കിംഗ് പാടില്ല. അത് KSRTC ബസ്സായിരുന്നാൽ പോലും ലൈനായിട്ടേ വരാവൂ. അതായത് ഒരു ബസ് മറ്റൊരു ബസ്സിനെ മറികടന്നുള്ള യാത്ര പാടില്ല എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. അതും ഏകദേശം കുറച്ച് നാൾ നമ്മളുടെ ഈ സിറ്റിയുടെ അകത്തൊക്കെ നടന്നു. അതുപോലെ ഏറ്റവും ദോഷകരമായിട്ടുള്ളൊരവസ്ഥ, ഈ ബസ്സുകൾ ആലുവയിൽ നിന്ന് പുറപ്പെടുന്നതായാലും കാക്കനാട് നിന്ന് പുറപ്പെടുന്നതായാലും കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ ആയിരുന്നാലും ഇതിനൊരു പഞ്ചിങ് സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ പഞ്ചിങ് സമ്പ്രദായം ഇന്ന് നിലവിലില്ല. ഇപ്പോൾ കളമശ്ശേരിയിൽ പഞ്ച് ചെയ്ത് ആ വണ്ടി അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ എടപ്പള്ളിയിലൊരു പഞ്ചിങ് സമയം. അപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് വരുന്ന ബസ് അത് എത്ര മണിക്കാണോ, എത്ര സെക്കൻഡ് കൊണ്ടാണോ, അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ടാണോ എടപ്പള്ളിയിൽ എത്തേണ്ടത്, അവിടെ ടൈം ആയാൽ മാത്രമേ ആ ബസ് പഞ്ച് ചെയ്ത് ഇപ്പുറത്തേക്ക് പോരാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് അത് കലൂരെത്തും. ഈ കലൂര് എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ അവരത് പഞ്ച് ചെയ്യാം, അത് കഴിഞ്ഞ് കടന്നു പോവാം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ചില ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ ഇവർ മത്സരോട്ടം നടത്തും. ഇപ്പോൾ കളമശ്ശേരി കഴിഞ്ഞ് എടപ്പള്ളി വരെയുള്ള ഗ്യാപ്പിൽ വേണമെങ്കിൽ മത്സരോട്ടം നടത്താം. പക്ഷേ എന്തായാലും എത്ര സ്പീഡിൽ ഓടിയാലും ഈ പഞ്ചിങ്ങിൻ്റെ സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. ആ പഞ്ച് ചെയ്തതിന് ശേഷം വണ്ടി അപ്പുറത്തേക്ക് വിടുകയുള്ളായിരുന്നു. ഇത് ഇപ്പോൾ നിർത്തലാക്കപ്പെട്ടു. അതുപോലെ അശാസ്ത്രീയമായിട്ടുള്ള ഈ ട്രാഫിക്കിൻ്റെ ക്രമീകരണങ്ങൾ, ഞാൻ അതിനൊരു ചെറിയ ഉദാഹരണം എൻ്റെ മുമ്പിൽ എപ്പോഴും പെടാറുള്ളത്, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് പാലാരിവട്ടത്തെ SN ജംഗ്ഷനാണ്. ആ SN ജംഗ്ഷൻ്റെ അവിടത്തെ വീതി
ശരിക്കും നമുക്ക് KSRTC ബസ്സുകളോ അല്ലെങ്കിൽ പാലാരിവട്ടം ടൗണിൽ കയറാതെ കണ്ട് പോരേണ്ട ഇരുചക്ര മുച്ചക്ര കാർ വാഹനങ്ങളൊക്കെ ഒരു വിരളമായിട്ടുള്ള സംഖ്യയാണ് ആ നേർവഴി അങ്ങ് പോകുന്നത്. ബാക്കി ഒരുവിധപ്പെട്ട നമ്മളുടെ പ്രൈവറ്റ് ബസ്സുകൾ അതുമാതിരി തന്നെയുള്ള വാഹനങ്ങളൊക്കെ പാലാരിവട്ടം, തമ്മനം, കാക്കനാട്ടേക്കൊക്കെ പോകേണ്ട വാഹനങ്ങൾ ഇതുവഴിയാണ് പോവുക. പക്ഷേ അവിടെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകേണ്ട ശരിയായിട്ട് കാക്കനാട് ഭാഗത്തേക്കോ പാലാരിവട്ടത്തേക്കൊക്കെ പോകേണ്ട ഭാഗത്തേക്കുള്ള വീതി വളരെ കുറച്ച് വെച്ചിരിക്കുന്നു. മറ്റേ ഭാഗം ഭയങ്കരമായിട്ട് വീതി കൂട്ടിയും വെച്ചിരിക്കുന്നു. ആ വീതി കൂട്ടി വെച്ചിരിക്കുന്ന ഭാഗമാണെങ്കിലോ അത് ഒരു വണ്ടിയുടെ പുറകെ മറ്റൊരു വണ്ടി വരും. അപ്പോൾ ബസ്സുകൾ കയറി വരുന്ന സമയത്ത് അതിനെ കവർ ചെയ്ത് പോകാൻ പറ്റാണ്ടാവും. ഇങ്ങനെ അതിൻ്റെ ആ ക്യൂ ലെഫ്റ്റ് ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ക്യൂ ഏതാണ്ട് മെട്രോ സ്റ്റേഷൻ വരെ വന്ന് നിൽക്കുകയാണ്. അവിടെയുള്ള ഹോം ഗാർഡുകൾ ഇതിൻ്റെ മുകളിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അവർ ഒന്നും താഴത്തേക്ക് ഇറങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവർ താഴെ നിന്നാലും ഇത് നോക്കിക്കൊണ്ടിരിക്കൽ തന്നെയാണ്. അത്രേ ഉള്ളൂ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ഒരു മെട്രോ സ്റ്റേഷൻ മുതൽ അവിടുത്തെ വീതി കുറവാണെങ്കിൽ പോലും ബസ്സുകൾക്ക് തടസ്സമില്ലാതെ പോരുന്നതിനൊരു മീഡിയൻ സംവിധാനം ഒരുക്കിയാൽ അവിടുത്തെ ബ്ലോക്ക് ഒഴിവാകും. അതുപോലെ തന്നെയാണ് നമ്മളുടെ കലൂര്. സിഗ്നലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം സിറ്റിയുടെ അകത്ത് ഉള്ള ബസ്സുകളുടെ മത്സര ഓട്ടം ഇവിടുത്തെ ജനങ്ങളെ ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള മത്സര ഓട്ടങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു അപകടത്തിൽപ്പെടേണ്ട ആളാണ്. കാരണം ഈ പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പടമുകൾ വളവിൽ നിന്ന് വരുമ്പോൾ ഇരുചക്ര വാഹനങ്ങൾ, മുച്ചക്ര വാഹനങ്ങൾ, കാറുകളൊക്കെ വരിയായിട്ട് കറക്റ്റായിട്ട് കിടക്കുകയാണ്. ഇതിനെയെല്ലാം കവർ ചെയ്തുകൊണ്ട് മെട്രോയുടെ പില്ലർ വർക്ക് നടക്കുന്ന ആ ഷീൽഡ് വച്ചിട്ടുള്ള സ്ഥലത്ത് വന്ന് ബസ് അങ്ങ് കിടത്തുകയാണ്. അപ്പോൾ പതുക്കെ ഒരു ചെറിയ ബ്ലോക്ക് നീങ്ങി മറ്റ് വാഹനങ്ങൾ കയറി തുടങ്ങിയാൽ ഇവൻ ആക്സിലേറ്റർ ഇട്ട് അങ്ങോട്ട് എരച്ച് ഡോറിലിട്ട് ഒരാൾ തട്ടി ഗിയർ എടുത്തൊരു 3-4 പ്രാവശ്യം കട്ടക്കട്ട ഇടിച്ച് ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഭീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി. അത് പൊതുജനങ്ങളെ പേടിച്ചിട്ട് ഇവരങ്ങോട്ട് ഒതുക്കി കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അക്രമ കലാവാസനയോടുകൂടി നടത്തുന്ന ഒരു ശൈലിയായിട്ടാണ് ബസ്സുകാർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള മെട്രോ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഭാഗങ്ങളിലും വീതി കുറവുണ്ട്. പക്ഷെ അവിടെ പോലും ഈ ബസ്സുകളുടെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അപകടകരമായിട്ടുള്ള രീതിയിലുള്ള ഓടിക്കൽ അത് ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നലെ ഒരു സഹോദരി ഇടയായിട്ടുള്ള സംഭവം ഇതുപോലെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കുന്നുണ്ട്. ഇത് നമ്മുടെ നഗരത്തിലുള്ള ആൾക്കാർക്ക് വരെ ഇപ്പോൾ അതൊരു വലിയ എന്താ പറയണ ഒരു വിഷയമല്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അതായത് ചിലർ പറയും അങ്ങ് നീങ്ങിക്കൊടുത്തേ, അങ്ങ് പൊക്കോട്ടെ, ആ പ്രാന്തനാണ് അങ്ങ് പൊക്കോട്ടെ എന്ന് പറയാം. പ്രാന്തനാണ് പൊക്കോട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ്. കാരണം അത്രയും പേടിച്ചിട്ട് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവരോട് തർക്കിക്കാൻ പോയാലും നടക്കില്ല. ഈ ബസ്സുകാരോട് തർക്കിക്കാൻ പോയാലും നടക്കില്ല. അവർ ചില സമയങ്ങളിൽ ഈ ഒരു സൈഡിലൊരു പോർഷൻ കിടപ്പുണ്ടെങ്കിൽ പോലും ഏറ്റവും സ്പീഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്കിടയിലൂടെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷേ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അതിലേക്ക് വരുമ്പോൾ പഞ്ചിങ് സംവിധാനം ഉൾപ്പെടെ ഉണ്ടായിരുന്നൊരു സ്ഥലമല്ലേ. എന്തിനാണ് ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് മാറ്റിവെക്കപ്പെടുന്നത്? ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഉപേക്ഷിക്കുന്നത്? നിയമം സത്യത്തിൽ നമ്മളുടെ സിറ്റിക്കകത്തുനിന്നല്ല, നിയമങ്ങൾ ഉണ്ടെങ്കിലും ആ നിയമങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പാക്കുന്നതിന് ഏത് വിഭാഗമാണോ ആ നിയമങ്ങൾ നടപ്പാക്കേണ്ടത് അവർ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള ശൈലിക്ക് അതങ്ങ് വിട്ടുകൊടുക്കും. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി വരെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള, നിരീക്ഷിച്ചിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സിറ്റിയുടെ അകത്ത് 35 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ പോകാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ആരാണ്? ഉദ്യോഗസ്ഥരാണ്. അതവർ നോക്കുന്നില്ല.
അതല്ല എങ്കിൽ 35 കിലോമീറ്റർ സ്പീഡേ പാടുള്ളൂ എന്ന് എഴുതി വെക്കേണ്ട കാര്യം എന്താ? ബസ്സുകാരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ഓടിക്കോട്ടെ എന്ന് അങ്ങ് തീരുമാനിച്ചാൽ പോരെ. ഇത് എഴുതി വെക്കുകയും ആ എഴുതി വെച്ചിട്ടുള്ളതിന് ഒരു വില കൊടുക്കാതെ കണ്ട് മുന്നോട്ട് പോവുകയും അത്തരത്തിൽ എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് മാത്രം ഈ ഉദ്യോഗസ്ഥന്മാർ ആ ബസ്സിനെതിരെ അല്ലെങ്കിൽ ആ ബസ്സിലെ തൊഴിലാളികൾക്കെതിരെ നടത്തുന്ന ശൈലിയോട് യോജിക്കാൻ കഴിയില്ല. ഇതിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നഗരത്തിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓവർടേക്കിംഗ് സംവിധാനം സിറ്റി ലിമിറ്റ്സിൽ ഇല്ലാണ്ട് ആക്കുക എന്നുള്ള തീരുമാനം, അതിന് ഉദ്യോഗസ്ഥന്മാർ വഴിയൊരുക്കണം. അതുപോലെ തന്നെ ആ സ്പീഡിൻ്റെ കാര്യമാണെങ്കിലും പഞ്ചിങ് സമ്പ്രദായം നിർബന്ധമായിട്ടും. എനിക്ക് ഇപ്പോൾ പണ്ട് ഒക്കെ നമ്മളൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ പോവുക എന്ന് പറയുന്നതിനേക്കാളൊക്കെ ഇപ്പോൾ അവരുടെ ഒരു മത്സര ഓട്ടത്തിലൂടെ പോയി എനിക്ക് ജോലിക്ക് കയറേണ്ട ഒരു സാഹചര്യമൊന്നും ഇപ്പോൾ എറണാകുളത്തെ സിറ്റിയുടെ അകത്തുള്ള ആൾക്കാർക്കില്ല. കാരണം ആലുവയിൽ നിന്നുള്ള മെട്രോ വന്നതിന് ശേഷം ഇവിടെ നമ്മളുടെ കൊച്ചി നഗരത്തിൽ ഏറ്റവും രൂക്ഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ട് വന്ന് ബ്ലോക്കായി കിടക്കുമ്പോഴും നമ്മളുടെ ഹൈക്കോടതി ജഡ്ജി വരെ മെട്രോയിൽ യാത്ര ചെയ്ത് സ്ഥലത്തെത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മത്സര ഓട്ടങ്ങൾ എന്ന് പറയുന്നത് മനഃപൂർവ്വം അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടി ബസ് ഡ്രൈവർമാർ, അതിൻ്റെ അകത്തുള്ള തൊഴിലാളികൾ എല്ലാവരും കൂടി ശ്രമിച്ച് ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള ഇതിന് തടയിടേണ്ടത് ഉദ്യോഗസ്ഥരാണ്. കാരണം അതിനെ എത്രത്തിലാണ് എങ്ങനെ ഇടപെടണമെന്നാണ് ചേട്ടൻ്റെ ഒരു നിഗമനം? അത് ഏത് തരത്തിൽ അതിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കണമല്ലോ. അപ്പോൾ ഏത് തരത്തിൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദം ഇതിലേക്ക് ഇടപെട്ട് കാര്യക്ഷമമായി ഇതിൽ പ്രവർത്തിക്കണം? അല്ല, ഞാൻ അത് തന്നെയാണ് 2-3 വട്ടമായിട്ട് സൂചിപ്പിച്ചത്. ഒന്ന്, നമുക്കിപ്പോൾ മൊത്തം കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം നിത്യേന എന്നോണം അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, മരണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മളുടെ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിറ്റിക്കകത്തെ നിരീക്ഷണങ്ങൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ RTOയുടെ ഓഫീസിൻ്റെ നിർദ്ദേശങ്ങൾ, ഇവർക്കിതെല്ലാം ഉണ്ട്. ഇവർ ടെസ്റ്റിന് പോകുന്ന സമയത്ത് നമ്മൾ ചെന്ന് നോക്കിക്കോളൂ. ടെസ്റ്റിന് പോകുന്ന സമയത്ത് ഈ എമർജൻസി എക്സിസ്റ്റ്, അതിനകത്തുള്ള സ്റ്റെപ്പിനി സംവിധാനങ്ങൾ, അതുപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ, അവർ അതിനകത്ത് ചെയ്യാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഡോറുകൾ 2 എണ്ണം. ശരിക്കും ഒരു ബസ്സിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 2 ഡോറിലും ഡോർ ചെക്കർമാർ, അതുപോലെ തന്നെ അതിനകത്ത് ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാർ 2 പേര്, ഒരു ഡ്രൈവർ, ഇങ്ങനത്തെ സംവിധാനത്തോട് കൂടിയിട്ട് ആണ് ഡോറ് തുറന്നു കൊടുക്കാനും അടച്ചു. ഇപ്പോൾ നമ്മൾ നാട്ടുകാർ കയറുന്നവരാ തുറന്നു കയറുന്നതും അടയ്ക്കുന്നതും. മനസ്സിലായില്ലേ? അപ്പോൾ 2 ജോലിക്കാരെ വെച്ചിട്ട് ഒരു ഡ്രൈവറും ഒരു കണ്ടക്ടറും ആണ്. ഈ കണ്ടക്ടർ തന്നെയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത്, ഇറക്കുന്നതും. ചില സമയത്ത് ചിലപ്പോൾ കൂടി വന്ന ഒരു 3 പേരുണ്ടാവും. അപ്പോൾ ഇതൊന്നും നമ്മളുടെ ബസ് ഓരോ ദിവസവും ബസ്സുകൾ, ഇപ്പം ഇന്നലെ ഞാൻ വായിച്ചത്, ഒരു പത്രത്തിൽ വായിച്ചത്, ഏതാണ്ട് 1500 അതിൻ്റെ അടുത്ത് വാഹനങ്ങൾ, ബസ്സുകൾ നിയമം തെറ്റിച്ച് ഇത് ചെയ്തതിന് പിടിച്ചു എന്നാണ് പറയുന്നത്. ഈ നിയമം തെറ്റിച്ച് പിടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ട വാർത്തയുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്ന്, ഇത്ര കോടി രൂപ പിഴയിടിച്ചു. പിഴയിട്ട് കഴിഞ്ഞപ്പോൾ എന്തായി? ഈ ചെയ്ത തെറ്റ് അവിടെ ഇല്ലാതെ കണ്ടായില്ലേ? അപ്പോൾ പിഴയോടൊപ്പം പിഴ എന്ന് പറയുന്നത് ബസ്സിലെ കളക്ഷനിൽ നിന്നെടുത്ത് പിഴ കൊടുക്കുന്നു. പിഴയിലൂടെ നഷ്ടം അനുഭവിക്കുന്നത് മുതലാളിയാണ്, തൊഴിലാളിയല്ല. അപ്പോൾ വേറെ പിഴ ഇട്ട് കഴിഞ്ഞപ്പോൾ വിഷയം കഴിഞ്ഞു. ബസ്സിൻ്റെ മുതലാളിനി അയാളുടെ സാലറി നിന്ന് പിടിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടുത്തെ വിഷയം പ്രധാനമായിട്ടും ബസ്സുകളുടെ പഞ്ചിങ് സമ്പ്രദായം യുദ്ധകാലാടിസ്ഥാനത്തിൽ സിറ്റിയിൽ കൊണ്ടുവരണം. അതുപോലെ സിറ്റി ലിമിറ്റ്സിൽ ഓവർടേക്കിംഗ് സംവിധാനം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുവദിക്കാത്ത രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഹോം ഗാർഡുകൾ, റോട്ടിൽ നിൽക്കുന്നവർ, ഇപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം. 1-2 തവണ ഇപ്പം ഞാനീ പറഞ്ഞ പടമുകൾ അല്ലെങ്കിൽ പാലാരിവട്ടത്ത് ഈ മെട്രോ നടക്കുന്ന സ്ഥലത്താണ് ഈ വാഹനങ്ങൾ കിടക്കുമ്പോൾ ഒരു ബസ് കവർ ചെയ്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വട്ടം നിർത്തിയിടുകയാണ്. എന്നിട്ട് ഈ ബസ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള വണ്ടികൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ ഈ ബസ് കുത്തിക്കയറ്റുക. അവിടെ നിൽക്കുന്ന ഒരു ഹോം ഗാർഡ് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വണ്ടി അവിടെ തടഞ്ഞിടുക. അവൻ എന്തായിരുന്നാലും വളരെ ധൃതി പിടിച്ച് ഏതാണ്ട് നമ്മുടെ വായുഗുളികയ്ക്കൊക്കെ പോകുന്നത് മാതിരിയാണല്ലോ പോകുന്നത്. ഇവനെ അവിടെ പിടിച്ചിടുക. മറ്റ് വാഹനങ്ങളെല്ലാം പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാർ മാറിയാൽ ഈ കയറി വരുന്ന പരിപാടി അവസാനിക്കും. ശരിയല്ലേ? പക്ഷെ ചെയ്യില്ല. അപ്പം ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കെതിരെ തിരിയാൻ ആൾക്കാർ വേറെയാവും.
മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ ചിലപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്ന സാഹചര്യം വരും. അപ്പം നിയമം ഉണ്ടെങ്കിലും നിയമം പല മേഖലകളിലും അനുശാസിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ആ നിയമങ്ങൾ നടപ്പാക്കാൻ അല്ലെങ്കിൽ ആ നിയമങ്ങളിൽ വീഴ്ച വരുത്തുന്ന ഒരു സംവിധാനക്രമമാണ് ഇന്നലെ നമ്മളുടെ ഒരു സഹോദരി വിട്ടുപിരിയാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ ഹൈക്കോടതി എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തപ്പിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഹൈക്കോടതി ഇന്നലെ ഈ അപകടം ഉണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം നടത്തി ഒരു ഓർഡർ വിട്ടാൽ ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അതല്ല. സിറ്റിയുടെ അകത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞതുമാതിരി ഒരു 35 കിലോമീറ്റർ എഴുതി വച്ചിരിക്കുന്ന ആ സ്പീഡ് അതല്ലാത്ത വണ്ടികൾ പിടിച്ചിട്ടേക്കുക. ആൾക്കാരെ ഇറക്കി വേറെ KSRTC ഒക്കെ കേടായി കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? ഇറക്കി അടുത്ത വണ്ടി കയറ്റി വിട്ടണം, അടുത്ത വണ്ടി കയറി പോട്ടെ. അതേമാതിരി മറ്റേ ഇത് എന്താ പറയുക, പഞ്ചിങ് സംവിധാനം അത് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഈ ബസ്സുകളുടെ ഇത്തരത്തിലുള്ള പടുകൂറ്റൻ ഇത്ര മരണപ്പാച്ചിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഈ ചേച്ചിയുടെ വിയോഗം നഗരത്തിൽ നിങ്ങളെപ്പോലുള്ള അമ്മമാരടക്കം ഇറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മരണപ്പാച്ചിലുകൾക്ക് പരിഹാരത്തിന് എന്ന് പറയാൻ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ കഴിയുള്ളൂ. നാട്ടുകാരിറങ്ങിക്കഴിഞ്ഞാൽ ബസ്സുകാരും നാട്ടുകാരും തമ്മിലുള്ള അടിയിലേക്ക് മാറും. അത്തരത്തിലുള്ള ഒരു വഴിയിലേക്ക് തിരിയാൻ, നിയമം പാലിക്കപ്പെടാൻ, നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർ ശ്രദ്ധാലുക്കളായാൽ നമുക്ക് ഇത്തരത്തിലുള്ള മേഖലകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.